കേരളത്തിൽ ഒരു കാവിൻ്റെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം കൽപ്പത്തൂർ ദേശത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ കോട്ടിലോട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ദേവൻ്റെ പൂർണ്ണരൂപ സങ്കല്പമാണ് ശ്രീകൃഷ്ണസ്വാമി എന്നാണ് വിശ്വാസം. അയ്യപ്പൻ, ദുർഗ, നാഗദൈവങ്ങൾ എന്നിവർ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ മകരമാസത്തിലായാണ് ക്ഷേത്രോത്സവം ആഘോഷിച്ചു വരാറുള്ളത്. ചതുര ശ്രീകോവിലിൽ ചതുർബാഹുവായി കുടികൊള്ളുന്ന ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കോട്ടിലോട്ട് ക്ഷേത്രം. പടിഞ്ഞാറ് ദർശനമാണെങ്കിലും ദേവൻ ശാന്തസ്വരൂപനും ക്ഷിപ്രപ്രസാദിയും ആണെന്നാണ് വിശ്വാസം. മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം മറ്റുള്ളവയ്ക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ അനുദിനം നിരവധി ഭക്തർ എത്തിച്ചേരാറുണ്ട്. ശ്രീകൃഷ്ണസ്വാമിയുടെ ഉത്തമ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭവനങ്ങളിലെ കുട്ടികൾ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് അവരെ ശിക്ഷിക്കുകയും അതിൽ ഒരു കുട്ടി ഓടി വന്നത് ഇന്നീ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥാനത്താണെന്നും ആ കുട്ടിയുടെ ദേഹത്തിൽ നിന്ന് ഒഴുകിയ രക്തപ്പാടുകൾ ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൻ്റെ തൃപ്പടിയിൽ കണ്ടുവരുന്നുണ്ടെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒരു കാവിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടുവരിക അപൂർവമാണ്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് ശ്രീ കോട്ടിലോട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായി നാലമ്പലത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ത്രിമൂർത്തി സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചു വരുന്ന ഒരു ആൽമരം. പ്രധാന ബലിക്കല്ലിനോട് ചേർന്നാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ധ്വജം സ്ഥിതി ചെയ്യേണ്ട സ്ഥാനത്താണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. പണ്ട് കാലത്ത് ഒരാൾ ഈ ആൽമരം മുറിക്കുവാൻ ശ്രമിക്കവേ അദ്ദേഹത്തിന് സാരമായ പരിക്കേൽക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ താറുമാറാകുകയും ചെയ്തു എന്നാണ് കരുതി വരുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാവിൻ്റെ അന്തരീക്ഷത്തിലായാണ്. കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവന്മാരിൽ ഒരാളായ തൃച്ചംബരത്തപ്പൻ്റെ സഹോദരി സാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന ജലദുർഗയുടെ സങ്കല്പത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ദുർഗാദേവി കുടികൊള്ളുന്നത് എന്നാണ് കരുതി വരുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ശ്രീ ജഗദംബ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരി സാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കോട്ടിലോട്ട് ക്ഷേത്രം. കംസമഹാരാജാവ് തൻ്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ എന്ന് കരുതി വധിക്കുവാൻ ശ്രമിച്ച കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വൈദ്യ മാറി ആകാശത്തിലേക്ക് ഉയർന്നുവെന്നും കുഞ്ഞ് ദുർഗാദേവിയായി മാറിയെന്നും കരുതി വരുന്നു. ആ കുഞ്ഞാണ് യോഗമായ എന്ന് കരുതുന്നത്. യോഗമായ സങ്കല്പത്തിലാണ് ദുർഗാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. പണ്ട് രാവട്ടമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന കുപ്പം ഇല്ലത്തെ നമ്പൂതിരിമാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് കരുതുന്നത്. രാവട്ടമംഗലം, മൊയിലോത്ത് ക്ഷേത്രം, കോട്ടിലോട്ട് ക്ഷേത്രം എന്നീ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ പണ്ട് ഒരു ഊരാളന്മാരുടെ കീഴിലായിരുന്നുവെന്നാണ് വിശ്വാസം. അതിൽ ശ്രീകൃഷ്ണസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ശ്രീ കോട്ടിലോട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് വിശ്വാസം. അനുഗ്രഹീതനും ക്ഷിപ്രപ്രസാദിയുമായ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്ക് സമീപം നൊച്ചാട് പഞ്ചായത്തിൽ കൽപ്പത്തൂർ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലത്തിന് പുറത്ത് ദേവന് അഭിമുഖമായാണ് ദുർഗാദേവിയും ശ്രീധർമ്മശാസ്താവും കുടികൊള്ളുന്നത്. കൂടാതെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയില്ലാത്ത അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കോട്ടിലോട്ട് ക്ഷേത്രം. ക്ഷേത്രോത്സവ നാളുകളിൽ മാത്രമായാണ് നാഗദൈവങ്ങൾക്ക് വിശേഷാൽ വഴിപാടുകൾ നൽകി വരാറുള്ളത്. ക്ഷേത്രത്തിന് മുൻപിൽ അല്പം മുകളിലായാണ് നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവിയുടെ ശ്രീകോവിലിന് സമീപത്തായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്ക് സമീപം നൊച്ചാട് പഞ്ചായത്തിൽ കൽപ്പത്തൂർ ദേശത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.